everyone, welcome to CGK Lectures. So, നമ്മുടെ CGK Lectures ഈ ഒരു ചാനലിൻ്റെ +1 സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിച്ച കാര്യം എന്ന് പറയുന്നത് മാറ്ററിനെ അതിൻ്റെ ഫിസിക്കൽ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ മെയിനായിട്ടുള്ള നമ്മുടെ സിലബസിൽ വരുന്ന 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. 1 സോൾഡ്, 2 ലിക്വിഡ്, 3 ഗ്യാസ് അല്ലേ. അങ്ങനെ നമ്മൾ അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തു പഠിച്ചു. ഇന്ന് നമ്മൾ മാറ്ററിനെ അതിൻ്റെ കെമിക്കൽ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് മാറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്കുപ്പൈ സ്പേസ് ഈസ് കാൾഡ് മാറ്റർ എന്ന് പഠിച്ചു. ഏതൊരു വസ്തുവിനാണോ മാസ് ഉള്ളത്, അവർക്ക് ഇരിക്കാൻ ആവശ്യമായ ഒരു സ്ഥലമുള്ളത്, അവരെന്താണ്? മാറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു. അതിന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കെമിക്കൽ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, മാറ്റർ അതിൻ്റെ കെമിക്കൽ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാണ് അതിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും, രണ്ടാമത്തെ ആളെ നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. എന്താണ്? മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കേൾക്കാറുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് കേൾക്കാറുണ്ട് അല്ലേ. പരിശുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അത് അവരിൽ എന്തില്ല? അവരിൽ യാതൊരു കണ്ടാമിനേഷനും ഇല്ല എന്നാണ് അല്ലേ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം എന്താണ്? ശുദ്ധമാണല്ലേ. അതിൽ എവിടെ നോക്കിയാലും എന്തേ കാണാൻ പറ്റത്തുള്ളൂ? H2O എന്ന വാട്ടർ മോളിക്യൂൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്? H2O എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസിന് ഉദാഹരണമാണെന്ന് നമുക്ക് പറയാം. ഇനി നിങ്ങളൊരു കോപ്പറിൻ്റെ ഒരു മെറ്റലിൻ്റെ പീസ് എടുത്താൽ ആ ഒരു മെറ്റലിൻ്റെ പീസിൽ നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ? നിങ്ങൾക്ക് ആ ഒരു കോപ്പർ ആറ്റങ്ങൾ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ, വേറെ ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ്? അവരൊരു പ്യുവർ സബ്സ്റ്റൻസിന് ഉദാഹരണമാണ്. ഇനി നിങ്ങളൊരു പഞ്ചസാര, ഷുഗർ എടുത്തേ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഈ ഒരു റേഷ്യോയിൽ, കാർബൺ 12, ഹൈഡ്രജൻ 22, ഓക്സിജൻ 11 എന്നുള്ള ഈ ഒരു റേഷ്യോയിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ഒരു ഷുഗറിനെ കാണാനായിട്ട് കഴിയത്തുള്ളൂ. അതിൻ്റെ അകത്ത് വേറെ ഒരു കമ്പോസിഷനും ഇല്ല. അവരിൽ ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എന്ത് മാത്രമേ ഉള്ളൂ? കാർബൺ 12, ഹൈഡ്രജൻ 22, O11 എന്ന ആ ഒരു 3 ആറ്റങ്ങളുടെ ഒരു റേഷ്യോ മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയൂ. അതുകൊണ്ട് എന്താണ്? അവരൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവരിൽ ഒരു ടൈപ്പ് പാർട്ടിക്കിൾ മാത്രമേ കാണത്തുള്ളൂ. അവർ എവിടെ നോക്കിയാലും അവർക്ക് എന്തുകൊണ്ട്? ഒരു ഫിക്സഡ് കമ്പോസിഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അവർക്കൊരു ഫിക്സഡ് കമ്പോസിഷൻ ഉണ്ട്. അതായത് അവരുടെ കമ്പോസിഷൻ എവിടെ നോക്കിയാലും എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. കമ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും അതിൻ്റെ അകത്ത് എന്താണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന ഒരു H2O മോളിക്യൂൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കണ്ടെയ്ൻസ് ഓൺലി 1 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് അവർക്ക് എന്തുകൊണ്ട്? ഒരു ഫിക്സഡ് കമ്പോസിഷൻ ആയിരിക്കണം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഒരു കാർബണും 2 ഓക്സിജനും കൂടി ചേർന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അവരെന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസിന് ഉദാഹരണമാണെന്ന് നമുക്ക് പറയാം. നിങ്ങൾ മിക്സ്ചേഴ്സ് നോക്കിയേ. എന്താണ് മിക്സ്ചേഴ്സ്? മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന ആ ഒരു മിക്സർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ. എന്താണ് ഒരു മിക്സർ അടങ്ങിയിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, കടലമാവുണ്ട്, പിന്നെന്താണുള്ളത്? അരിപ്പൊടിയുണ്ട്, പിന്നെ വെളുത്തുള്ളിയുണ്ട്, പിന്നെ ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് എന്താണുള്ളത്? കപ്പലണ്ടി, പിന്നെ കറിവേപ്പില, അങ്ങനെ പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ഈ ഒരു മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് അടങ്ങിയിരിക്കുന്ന സാധനമാണ് എന്ത്? മിക്സ്ചർ. അവരിൽ കുറേ സാധനങ്ങളുണ്ട്. ഇനി നിങ്ങൾ നോക്കി, നമ്മൾ കടയിൽ പോയി കൈയിട്ട് വാരി, ഓക്കെ, കടയിലുള്ള ആ ഒരു പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി, അപ്പോൾ നമുക്ക് ആ കായിട്ട് വാരിയ സാധനത്തിൽ എന്ത് കിട്ടും? കുറച്ച് കറിവേപ്പില, കുറച്ച് കപ്പലണ്ടി, പിന്നെ കുറച്ച് ആ ഒരു മഞ്ഞ കളറുള്ള സാധനം എല്ലാം കൂടെ കിട്ടും അല്ലേ. നമ്മൾ അതിൻ്റെ ഒരു വേറെ സൈഡിട്ട് ഒന്നുകൂടി വാരിയാലോ, ചിലപ്പോൾ അവിടെ നമ്മൾ നേരത്തെ വാരിയതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കപ്പലണ്ടി നമുക്ക് കിട്ടും. അതായത് അവരുടെ കമ്പോസിഷൻ എന്തല്ല, പലയിടത്തും പല കമ്പോസിഷനാണല്ലേ. അതായത് അവർക്ക് എന്താണ്? ഒരു ഡിഫറെൻറ്റ് കമ്പോസിഷനാണുള്ളത്. ഒരു യൂണിഫോം കമ്പോസിഷൻ അല്ല, ഒരു ഫിക്സഡ് കമ്പോസിഷൻ അല്ല അവർക്കുള്ളത്. അവർക്ക് ഒരു ഡിഫറെൻറ്റ് കമ്പോസിഷൻ ആയിരിക്കും ഉള്ളത്. അവരാണ് എന്തെന്ന് പറയുന്നത്? മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിയേ, ആൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. ആൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് നിങ്ങൾ ഷുഗർ സൊല്യൂഷൻ എടുത്തേ, ഒരു പഞ്ചസാര ലായനി ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട് അല്ലേ. പഞ്ചസാര എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വെള്ളം എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷെ അവർ രണ്ടുപേരും കൂടെ മിക്സ് ആക്കുമ്പോൾ അവിടെ എന്ത് വന്നു? ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് വന്നു. അവരെന്താണ്? മിക്സ്ചറാണ്.
ഇനി നിങ്ങൾ ഉപ്പ് വെള്ളം എടുക്കുക, സീ വാട്ടർ എടുക്കുക, അതിലെന്താണ് ഉപ്പുണ്ട് വെള്ളമുണ്ട്, ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ട് അവരെ എന്തെന്ന് വിളിച്ചു നമ്മൾ? മിക്സ്ചേഴ്സ് എന്ന് വിളിച്ചു. ഇനി മഡി വാട്ടർ, അതിൽ കുറേ അഴുക്ക് കാര്യങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, അവരെന്താണത്? മിക്സ്ചേഴ്സ് ആണ്. ഇനി വായു എടുത്തേ, വായു എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്സിജൻ എന്താണ്? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഹൈഡ്രജൻ എന്താണ്? അതും ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ഇവരെല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ് എന്ത്? എയർ. അവരെന്താണ്? മിക്സ്ചറാണ്. ഇനി ആൽക്കഹോൾ ആൻഡ് വാട്ടർ എടുത്തേ. ആൽക്കഹോൾ എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ആൽക്കഹോളും വാട്ടറും എടുത്ത് അവരെന്തായിട്ട് മാറും? അവരൊരു മിക്സ്ചറായിട്ട് മാറും. അപ്പൊ അത്രേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് ഉള്ളവരാണ് എന്ത്? മിക്സ്ചർ. അവർക്ക് എന്തില്ല? അവർക്കൊരു ഫിക്സഡ് കമ്പോസിഷൻ ഇല്ല. അവരുടെ കമ്പോസിഷൻ എന്താണ്? ഡിഫറൻ്റ് ആണ്. അതാണ് ആര് തമ്മിലുള്ള ഡിഫറൻസ്? പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നിങ്ങൾ നോക്കിയേ, പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. അപ്പോൾ നിങ്ങൾ പീരിയോഡിക് ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അല്ലേ? പീരിയോഡിക് ടേബിൾ നമുക്കുള്ളത് എലമെന്റ്സുകളാണ്. അപ്പോൾ എന്താണ് എലമെന്റ്സ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരിൽ ഒരു ടൈപ്പ് ആറ്റം മാത്രമേ കാണുള്ളൂ. ഒരു ടൈപ്പ് ആറ്റം. നിങ്ങൾ അത് ശ്രദ്ധിക്കണം, ഒരു ടൈപ്പ് ആറ്റം. ആ ഒരു ടൈപ്പ് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളാവാം. ഉദാഹരണത്തിന് അയഡിൻ, I2 എന്ന് പറഞ്ഞാൽ ഒരു അയഡിനാറ്റവും ഒരു അയഡിനാറ്റവും കൂടെ ചേർന്നാണ് എന്താവുന്നത്? I2 ആയിട്ട് മാറുന്നത്. പക്ഷെ ഇവർ രണ്ടും എന്താണ്? ഒരേപോലുള്ള ആറ്റങ്ങളാണ്. ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജനും വേറൊരു ഹൈഡ്രജനോട് കൂടി ചേർന്ന് എന്താണ് ആവുന്നത്? H2 ആയിട്ട് മാറുന്നത്. അതായത് ഒരേപോലുള്ള ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന സാധനങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. അത് കൂടിച്ചേർന്നൊന്നുമില്ല. ചില ആറ്റങ്ങൾ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് സോഡിയം ഒക്കെ, അത് സോഡിയമായിട്ട് തന്നെ നിൽക്കും. അവരും എന്താണ്? എലമെന്റ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ആറ്റങ്ങൾ, അതിൽ ഒന്നിൽ കൂടുതലാവാം. ഒരേപോലുള്ള ആറ്റങ്ങൾ ഒന്നിൽ കൂടുതലാവാം. അവർ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് എലമെന്റ്സ് എന്ന് പറയുന്നത്. അത് ഒരാറ്റം ആയാലും എന്താണ്? അവര് എലമെന്റ് ആണ്. ഉദാഹരണം നോക്കിയേ, സോഡിയം എന്ന് പറഞ്ഞാൽ Na തന്നെയാണ്. അവരെന്താണ്? എലമെന്റ്സ് ആണ്. കാരണം അവരിൽ ആ Na മാത്രമേ ഉള്ളൂ. കോപ്പർ നോക്കിയേ, കോപ്പറിനെ നമ്മൾ Cu എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവരെന്താണ്? ഒരു ആറ്റമാണ്. സിൽവർ Ag, അതെന്താണ്? ഒരു ആറ്റമാണ്. പക്ഷെ അവർ ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ Ag എന്നാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു കേസ് നോക്കിയേ, അയഡിൻ I2 എന്നാണ് നിൽക്കുന്നത്. അതായത് രണ്ട് ഒരേപോലുള്ള ആറ്റങ്ങൾ I+I ആണ് എന്ത്? I2. അപ്പം അയഡിൻ എപ്പോഴും I2 ആയിട്ടാണ് നിൽക്കുന്നത്. ബ്രോമിൻ Br2 ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലോറിൻ Cl2 ആയിട്ടാണ് നിൽക്കുന്നത്. ഫ്ലൂറിൻ F2 ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്സിജൻ O2 ആയിട്ടാണ് നിൽക്കുന്നത്. നൈട്രജൻ N2 ആയിട്ടാണ് നിൽക്കുന്നത്. ഹൈഡ്രജൻ H2 ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇവരെല്ലാം എന്താണ്? ഒരേ ടൈപ്പ് സാധനങ്ങളല്ലേ? H2 എന്ന് പറഞ്ഞാൽ H+H ആണ് എന്ത്? H2. അപ്പം ഒരേ ടൈപ്പ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ആൾക്കാരും എന്ത് തന്നെയാണ്? എലമെന്റ്സ് ആണ്. പക്ഷെ അങ്ങനെ ഫോം ചെയ്യുന്ന ആ ആൾക്കാരെ നമ്മൾ ഒരു പേരൂടെ വിളിക്കും, മോളിക്യൂൾ എന്ന് വിളിക്കും. അതായത് ഇതിൽ അയഡിനും ബ്രോമിനും ക്ലോറിനും ഫ്ലൂറിനും ഓക്സിജനും നൈട്രജനും ഹൈഡ്രജനും എന്താണ്? അവര് മോളിക്യൂളാണ്. പക്ഷെ അവരെല്ലാം എന്താണ്? അവര് എലമെന്റ്സ് തന്നെയാണ്. പക്ഷെ അവരിൽ എന്താണ്? ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ I2 ബ്രോമിൻ, Br2 ക്ലോറിൻ, ഫ്ലൂറിൻ, അങ്ങനെ ഡയറ്റോമിക് ആയിട്ട് രണ്ട് ആറ്റങ്ങൾ ഒരേപോലുള്ള കൂടിച്ചേർന്ന് നിൽക്കുന്ന ഈ ഇത്രയും എത്ര ഉണ്ട്? 2, 4, 6, 7. ആ ഒരു 7 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, രണ്ടെണ്ണം കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു 7 എലമെന്റ്സ് ഉണ്ട്. അവരെ നമ്മൾ മോളിക്യൂൾ എന്ന് വിളിക്കും. അവരെ ഓർത്തു വെക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. I bring clay for our new house എന്നുള്ളതാണ് അതിന്റെ ട്രിക്ക്. I bring clay for our new house. I നോക്കിയേ, I എന്ന് പറഞ്ഞാൽ അയഡിൻ ആണ്. ബ്രിങ് Br ഉണ്ടല്ലേ, ബ്രോമിൻ ആണ്. ക്ലേ Cl ഉണ്ട്, എന്താണ്? ക്ലോറിൻ ആണ്. ഫോറിൻ എന്താണ്? ഫ്ലൂറിൻ ആണ്. അവർ O ഉണ്ടല്ലേ, എന്താണ്? ഓക്സിജൻ. ന്യൂ N ഉണ്ട്, എന്താണ്? നൈട്രജൻ. ഹൗസ് H ഉണ്ട്, എന്താണ്? ഹൈഡ്രജൻ. അപ്പൊ ഇവരെല്ലാം എന്താണ്? ഇവരെല്ലാം ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടിച്ചേർന്ന എലമെന്റ്സുകളാണ് എന്തെന്ന് പറയുന്നത് ഇവര് എന്ന് പറയുന്നത്. ഇവരെ ഓർത്തിരിക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് അവരെ എന്തെന്ന് വിളിക്കാം? അവരെ നമുക്ക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. അവരും എന്ത് തന്നെയാണ്? മോളിക്യൂൾ തന്നെയാണ്. കൺഫ്യൂസ് ചെയ്യരുത്. H2O എന്ന് പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്ന ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇവരും എന്ത് തന്നെയാണ്? മോളിക്യൂൾ ആണ്. പക്ഷെ ഇവരെന്തല്ല? എലമെന്റ്സ് അല്ല. എലമെന്റ്സ് ആണെങ്കിൽ ഒന്നിൽ എന്ത് ചെയ്യണം? ഒരേ ടൈപ്പ് ആറ്റം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള ഒരേ ടൈപ്പ് ആറ്റങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? അവരെ എലമെന്റ്സ് എന്ന് വിളിക്കൂ. പക്ഷെ ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ആറ്റങ്ങളാണെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കും?
കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. NH3 എടുത്തേ, ഒരു നൈട്രജനും 3 ഹൈഡ്രജനുമാണ് ഉള്ളത്. ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ആറ്റങ്ങളുണ്ട്, അവരെന്താണ്? അവര് കോമ്പൗണ്ട്സ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ആറ്റങ്ങളുണ്ട്, അവരെന്താണ്? കോമ്പൗണ്ട്സ് ആണ്. അപ്പം എലമെന്റ്സ് പറഞ്ഞാൽ കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. പക്ഷെ ഒരു ടൈപ്പ് ആറ്റം തന്നെ ഒന്നിൽ കൂടുതലും ആവാം, അവരെ നമ്മൾ ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് വിളിക്കും. കോമ്പൗണ്ട്സ് പറഞ്ഞാൽ കൺസിസ്റ്റിംഗ് ഓഫ് 2 or more ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റം, അവരെന്താണ്? കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. വളരെ ഈസിയാണ്. ഇനി നമുക്ക് മിക്സ്ചേഴ്സിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും. അപ്പോൾ നിങ്ങൾ നോക്കി എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പഞ്ചസാര ലായനി എടുത്തു, ഒരു ബക്കറ്റിൽ ഒരു പഞ്ചസാര ലായനി എടുത്തിട്ട് ഞാൻ അവിടുന്ന് എവിടുന്ന് ആ ഒരു പഞ്ചസാര ലായനി ഒരു ഗ്ലാസ്സിൽ മുക്കിയാലും എനിക്ക് അതിൻ്റെ അകത്ത് ഒരേ രീതിയിലുള്ള മധുരമായിരിക്കും കാണുന്നില്ല. അതായത് അവർ യൂണിഫോം ആയിരിക്കും. ഓക്കെ, നമ്മൾ വായു, എൻ്റെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് വായു നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ മൂക്കിനടുത്ത് കുറച്ച് വായു നമ്മൾ എടുത്തു, കുറച്ച് ദൂരോട്ട് കുറച്ച് വായു നമ്മൾ കളക്ട് ചെയ്തു. അവിടെ എല്ലാം എന്താണ്, ആ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ അളവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, അവർ യൂണിഫോം ആയിരിക്കും. അല്ലാണ്ട് അവർ മാറില്ലല്ലോ, ഇത്തിരി അങ്ങോട്ട് പോകുന്നവർ അവർ മാറില്ല. അതുകൊണ്ട് അവരെന്താണ്, അവർ ഹോമോജീനിയസ് മിക്സറാന്ന് നമുക്ക് പറയാം. കാരണം അവരുടെ കമ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും, എല്ലായിടത്തും യൂണിഫോം ആയിരിക്കും. അവർക്ക് എന്ത് സംഭവിക്കത്തില്ല, മാറ്റം സംഭവിക്കത്തില്ല. അതിന് നല്ലൊരു ഉദാഹരണമാണ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. നമ്മളൊരു ഗ്ലാസ്സിൽ ഇത്തിരി മദ്യവും ഇത്തിരി വെള്ളവും എടുത്തൊന്ന് കലക്കി നോക്കിയേ, നമ്മൾ എവിടുന്ന് മുക്കി കുടിച്ചാലും എന്താണ്, അതിൻ്റെ അകത്ത് ഒരേ രീതിയിലുള്ള ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും ഉള്ളത് അല്ലേ. ഒരിടത്ത് കുറച്ച് കുറഞ്ഞു, ഒരിടത്ത് കുറച്ച് കൂടുതലും അല്ല. അപ്പോൾ അവരെന്താണ്, അവർ ഹോമോജീനിയസ് മിക്സർ ആണെന്ന് നമുക്ക് പറയാം. ഇനി വളരെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ബ്രാസ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെയും സിങ്കിന്റെയും ഒരു യൂണിഫോം കമ്പോസിഷൻ ഉള്ള ഒരു അലോയി ആണ് എന്തെന്ന് പറയുന്നത്, ബ്രാസ് എന്ന് പറയുന്നത്. അവരും എന്താണ്, ഒരു ഹോമോജീനിയസ് മിക്സറാണ്. കാരണം അവരിൽ കോപ്പറും സിങ്കും എല്ലായിടത്തും നല്ലൊരു യൂണിഫോം കമ്പോസിഷൻ ആണുള്ളത്. പക്ഷെ അവർ മിക്സറാണ്. കാരണം എന്താ, അവരിൽ കോപ്പറും ഉണ്ട്, സിങ്കും ഉണ്ട്, ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ എന്തിന് വരും, മിക്സ്ചേഴ്സിൽ വരും. മിക്സ്ചേഴ്സിൽ തന്നെ എന്തിന് വരും, ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൽ വരും. കാരണം എന്താണ്, അവരുടെ കമ്പോസിഷൻ എന്താണ്, യൂണിഫോം ആണ്. ഇനി ഹെട്രോജീനിയസ് മിക്സ്ചർ നോക്കി, അവരുടെ കമ്പോസിഷൻ എന്തായിരിക്കത്തില്ല, യൂണിഫോം ആയിരിക്കത്തില്ല. അത് പലയിടത്തും എന്തായിരിക്കും, പല അളവായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളവും ഓയിലൂടെ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളവും ഇത്തിരി ഓയിലൂടെ എടുത്താൽ എന്ത് ചെയ്യും, ഓയിലിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, ആ വെള്ളത്തിന് മുകളിൽ ഓയിൽ പൊങ്ങിക്കിടക്കും അല്ലേ. അതായത് അവരുടെ കമ്പോസിഷൻ എന്തല്ല, യൂണിഫോം അല്ല. കാരണം താഴെ എന്താണ്, വെള്ളത്തിൻ്റെ അളവ് കൂടുതലും, മേളിൽ എന്താണ്, ഓയിലിൻ്റെ അളവ് കൂടുതലുമാണ്. അപ്പോൾ അവരുടെ കമ്പോസിഷൻ എന്തല്ല, യൂണിഫോം അല്ല. അതുകൊണ്ട് അവരെന്താണ്, ഒരു ഹെട്രോജീനിയസ് മിക്സറാന്ന് നമുക്ക് പറയാം. ഇനി നിങ്ങൾ നോക്കി, ഒരു പാത്രത്തിൽ ഞാൻ ഇത്തിരി ഉപ്പും പഞ്ചസാരയും ഇട്ട് മിക്സ് ആക്കി. എന്നിട്ട് ഞാൻ അതിന് ഇത്തിരി വാരിപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കിട്ടി. പിന്നെ ഞാൻ വേറെ ഇടത്ത് നിന്ന് ഇത്തിരി വാരി. അപ്പോൾ അവിടെ പല അളവിലായിരിക്കില്ല ഉപ്പും പഞ്ചസാര അളവെന്ന് പറയുന്നത്. അത് അവരുടെ കമ്പോസിഷൻ എന്തല്ല, യൂണിഫോം അല്ല. അപ്പോൾ അവരെന്താണ്, അവരൊരു ഹെട്രോജീനിയസ് മിക്സറാണ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണ്, വളരെ ഈസിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാറ്ററിനെ അതിൻ്റെ കെമിക്കൽ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഒരു ടൈപ്പ് പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, അവർക്കൊരു ഫിക്സഡ് കമ്പോസിഷൻ ആയിരിക്കും. മിക്സ്ചേഴ്സ് പറഞ്ഞാൽ അവരെന്താണ്, ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ന് വിളിക്കും, മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. അവർക്ക് എന്തില്ല, ഒരു ഫിക്സഡ് കമ്പോസിഷൻ. അവരുടെ കമ്പോസിഷൻ എന്തായിരിക്കും, ഡിഫറെന്റ് കമ്പോസിഷൻ ആയിരിക്കും. അതിന് ഉദാഹരണമാണ് ആൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, സീ വാട്ടർ, മഡി വാട്ടർ, എയർ, ടീ, ആൽക്കഹോൾ ആൻഡ് വാട്ടർ. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഗോൾഡ് ഓർണമെന്റ്സ് കടയിൽ പോയി നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങുന്നത് എന്തായിരിക്കും, 22 ക്യാരറ്റ് അല്ലെങ്കിൽ 18 ക്യാരറ്റ് ഗോൾഡൊക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുന്നത്. കാരണം എന്താ, 24 ക്യാരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വിലക്കുറവാണ്, അല്ലെ ആ ഒരു സ്വർണ്ണത്തിന് വിലക്കുറവാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കോപ്പർ പോലുള്ള വേറെ മെറ്റലുകൾ മിക്സ് ചെയ്യുന്നതുകൊണ്ട് അവരെന്താണ്, ഒരു മിക്സ്ചറാണ്. ഒരു ഗോൾഡ് ഓർണമെന്റ് എന്തല്ല, പ്യുവർ സബ്സ്റ്റൻസ് അല്ല. പക്ഷെ ഗോൾഡ് എന്താണ്, ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഗോൾഡ് ഓർണമെന്റ്സ് ഏത് കാറ്റഗറിയിൽ വരും, മിക്സ്ചേഴ്സിലാണ് വരുന്നത് കേട്ടോ. കാരണം അവരുടെ ബലം കൂട്ടാനായിട്ട് നമ്മൾ മറ്റ് മെറ്റലുമായിട്ട് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മിക്സ്ചേഴ്സ് ആക്കി മാറ്റുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, പ്യുവർ സബ്സ്റ്റൻസ് നമുക്ക് എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഒരേ ടൈപ്പ് ആറ്റങ്ങൾ, അത് ഒന്നിൽ കൂടുതലാവാം, അവരെ കമ്പൈൻ ചെയ്ത സാധനങ്ങളെ നമ്മൾ എന്ന് വിളിക്കും, എലമെന്റ്സ് എന്ന് വിളിക്കും. അങ്ങനെ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ വേറെ പേര് വിളിക്കുന്നതാണ് മോളിക്യൂൾ എന്ന് വിളിക്കും. അപ്പോൾ മോളിക്യൂളുകൾ ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഡയറ്റോമിക് ആയിട്ട് നിൽക്കുന്ന മോളിക്യൂൾ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു, ഐ ബ്രിങ് ക്ലേ ഫോർ അവർ ന്യൂ ഹൗസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു, എന്താണ് കോമ്പൗണ്ട്സ്, ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട്, അവർ പല ടൈപ്പ് ആറ്റങ്ങളാണെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും, കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. അവരും ആക്ച്വലി എന്താണ്, മോളിക്യൂൾ തന്നെയാണ്. പക്ഷെ അവർ ഒരിക്കലും എന്തല്ല, എലമെന്റ്സ് അല്ല. പിന്നെ നമ്മൾ പഠിച്ചു, മിക്സ്ചേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പഠിച്ചു, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കമ്പോസിഷൻ എന്തായിരിക്കും, എല്ലായിടത്തും യൂണിഫോം ആയിരിക്കും. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ പല ഇടത്തും എന്തായിരിക്കും, പല കമ്പോസിഷൻ ആയിരിക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് ഒരു ഹോമോജീനിയസ് മിക്സ്ചറിന് ഉദാഹരണം? നോക്കി, എ ഓപ്ഷൻ നോക്കിയേ, വാട്ടർ ആൻഡ് ചോക്ക്. ബി ഓപ്ഷൻ എന്താണ്, പൾസ് ആൻഡ് ഗ്രെയിൻസ്. സി ഓപ്ഷൻ സാൻഡ് ആൻഡ് വാട്ടർ. ഡി ഓപ്ഷൻ വാട്ടർ ആൻഡ് ഓയിൽ. ഈ ഓപ്ഷൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. ഇതിൽ ഏതാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ട ഇതിൽ ആരാണ് മിക്സ്ചർ എന്ന് നോക്കുക. സാൾട്ട്, വാട്ടർ പ്ലസ് ചോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സാധനം ഉണ്ട്, എന്താണ്, മിക്സ്ചർ ആണ്. പൾസ് എന്താണ്, പൾസ് പ്ലസ് ഗ്രെയിൻസ് ഒന്നിൽ കൂടുതൽ സാധനം ഉണ്ട്, എന്താണ്, മിക്സ്ചർ ആണ്. സാൻഡ് പ്ലസ് വാട്ടർ ഒന്നിൽ കൂടുതലുണ്ട്, അവരെന്താണ്, മിക്സ്ചർ ആണ്. വാട്ടർ പ്ലസ് ഓയിൽ ഒന്നിൽ കൂടുതലുണ്ട്, അവരെന്താണ്, മിക്സ്ചർ ആണ്. വാട്ടർ ആൻഡ് ആൽക്കഹോൾ ഒന്നിൽ കൂടുതൽ പ്യൂർ സബ്സ്റ്റൻസ് ഉണ്ട്, അവരെന്താണ്, മിക്സ്ചർ ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, മിക്സ്ചർ ആണ്. ഇനി ഇവരുടെ ഹോമോജീനിയസ് മിക്സ്ചർ ആരാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കിയേ, വാട്ടറും ചോപ്പ് എടുത്താൽ അവിടെ ഒരേപോലെ ഇരിക്കും എല്ലായിടത്തും? ഇല്ല. അപ്പൊ ഇവരെന്തല്ല, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ അല്ല. പൾസ് ആൻഡ് ഗ്രെയിൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കുമോ? ഇല്ല. അവരെന്താണ്, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ അല്ല. സാൻഡ് ആൻഡ് വാട്ടർ ഒരേപോലെ ഇരിക്കും എല്ലായിടത്തും? ഇല്ല അല്ലേ. അവരെന്താണ്, ഹോമോജീനിയസ് മിക്സ്ചർ അല്ല. വാട്ടറും ഓയിലും എടുത്താണോ? അല്ല, ഞാൻ പറഞ്ഞതാണ് ഓയിലിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് വാട്ടറും ഓയിലും എടുത്താൽ ഓയിൽ എവിടെ നിൽക്കും? ആ വാട്ടറിന്റെ മുകളിൽ നിൽക്കും. അവരെന്തല്ല, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ അല്ല. കാരണം ഹോമോജീനിയസ് മിക്സ്ചർ ആണ്, അവരെന്തായിരിക്കണം, അവരുടെ കമ്പോസിഷൻ എന്തായിരിക്കണം, യൂണിഫോം ആയിരിക്കണം, എല്ലായിടത്തും ഒരേപോലെ ആവണം. വാട്ടറും ആൽക്കഹോളും മദ്യവും വെള്ളവും നമ്മൾ കലക്കി കഴിഞ്ഞാൽ അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ അല്ലേ? എല്ലായിടത്തും നമുക്ക് ഒരേപോലെ കിട്ടും അല്ലേ? അപ്പോൾ ഏതാണ് അതിന് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഇ ആണ്. എന്തെന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്ലസ് ആൽക്കഹോൾ ആണ്. അവരുടെ കമ്പോസിഷൻ എന്താണ്, ആ യൂണിഫോം ആയിരിക്കും. ആ കംപ്ലീറ്റ് സൊല്യൂഷൻ അവരെന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമ്പൗണ്ട്. ഈ തന്നിരിക്കുന്നതിൽ ആരാണ് കോമ്പൗണ്ട് എന്ന് നമ്മൾ നോക്കണം. O2 ഉണ്ട്. O2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഓക്സിജൻ കൂടിച്ചേർന്നാണെന്ന് പറയുന്നത് O2 എന്ന് പറയുന്നത്. N2 2 നൈട്രജൻ കൂടിച്ചേർന്നാണ് എന്ന് പറയുന്നത് N2 എന്ന് പറയുന്നത്. ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ കൂടിച്ചേർന്നാണ് എന്ന് പറയുന്നത് H2 എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് 1 കാർബണും 2 ഓക്സിജൻ കൂടിച്ചേർന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. ക്ലോറിൻ 2 ക്ലോറിൻ കൂടിച്ചേർന്നാണ് ഇത് ഫോം ചെയ്യുന്നത് Cl2 ഫോം ചെയ്യുന്നത്. അപ്പം എന്താണ് ഒരു കോമ്പൗണ്ട് നമ്മൾ പറഞ്ഞു? ഒരേപോലുള്ള ആറ്റങ്ങളല്ല അല്ലേ, ഡിഫറെന്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സാധനങ്ങളാണ് എന്ത്, കോമ്പൗണ്ട്. ഒരേപോലുള്ള ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സാധനം എന്താണ്, എലമെന്റ്സ് ആണ്. അപ്പം O2 ഒരേപോലുള്ള 2 ആറ്റങ്ങളെ കമ്പൈൻ ചെയ്ത് ഇവരെന്താണ്, ഒരു എലമെന്റ് ആണ്. ഇയാൾ എന്താണ്, ഒരു എലമെന്റ് ആണ്. N2 എന്താണ്, അയാളും ഒരു എലമെന്റ് തന്നെയാണ് അല്ലേ, 2 നൈട്രജൻ കൂടിച്ചേർന്ന് ഫോം ചെയ്ത സാധനമാണ്, എലമെന്റ് ആണ്. H2 എന്താണ്, ഒരു എലമെന്റ് ആണ്. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിയേ, ഒരു കാർബണും 2 ഓക്സിജനും 2 ഡിഫറെന്റ് ടൈപ്പ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തവരാണ്. ഇവരെന്താണ്, ഇവരൊരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത്, ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മിക്സ്ചർ. ഈ തന്നിരിക്കുന്നതിൽ ആരാണ് മിക്സ്ചറിന് ഉദാഹരണം എന്ന്, അതായത് പ്യുവർ സബ്സ്റ്റൻസ് അല്ലാത്തത് ആരാണെന്ന് നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ പറഞ്ഞു, ആര് മാത്രമേ ഉള്ളൂ, എവിടെ നോക്കിയാലും കാർബണും ഓക്സിജനും മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അവരെന്താണ്, അവര് ഒരു മിക്സ്ചർ അല്ല, അവരൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇതല്ല ഉത്തരം. അമോണിയ NH3 എവിടെ നോക്കിയാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അമോണിയ മാത്രമേ കാണാൻ കഴിയൂ അല്ലേ. നൈട്രജനും ഹൈഡ്രജനും NH3 റേഷ്യോയിൽ നമുക്ക് കാണാൻ പറ്റും. അവരെന്തല്ല, അവരൊരു മിക്സ്ചർ അല്ല. കെയിൻ ഷുഗർ എന്താണ്, ഞാൻ പറഞ്ഞു, കാർബൺ 12 H22 O11 എന്ന ഒരു ഫിക്സഡ് റേഷ്യോയിൽ നമുക്ക് എവിടെ നോക്കിയാലും ഒരു ഷുഗറിനെ കാണാൻ പറ്റും. അവരെന്താണ്, അവരൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അവരെന്തല്ല, ഒരു മിക്സ്ചർ അല്ല. പിന്നെ എയർ ഞാൻ പറഞ്ഞത് അതിലെന്താണ്, ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടല്ലേ. അതിനകത്ത് നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ പ്യുവർ സബ്സ്റ്റൻസ് അടങ്ങിയത് നമ്മൾ എന്ത് പറഞ്ഞു, മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി എയർ ആണ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 ചോദ്യം നോക്കി. 4ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മോളിക്യൂൾ. ഈ തന്നിരിക്കുന്നതിൽ ആരാണ് മോളിക്യൂളിന് ഉദാഹരണം. ഹൈഡ്രജൻ H2 ഉണ്ടല്ലേ, അതെന്താണ്, H+H ആണ് എന്ന് പറയുന്നത് H2 എന്ന് പറയുന്നത്. സോഡിയം Na എന്ന് കാണിച്ചിട്ടുണ്ട്, അതായത് ഒരാറ്റമേ ഉള്ളൂ അല്ലെ. പൊട്ടാസ്യം അത് K ആണ്, ഒരാറ്റമേ ഉള്ളൂ. കോപ്പർ Cu ആണ്, അത് ഒരാറ്റമേ ഉള്ളൂ. സിൽവർ Ag ആണ്, അതെന്താണ്, അതും ഒരാറ്റമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞു ഏതാണ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒരേപോലുള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, മോളിക്യൂൾ എന്ന് വിളിക്കും. അപ്പം ഇതിൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തവരാണ് ഹൈഡ്രജൻ ആണ്. അതായത് ഹൈഡ്രജൻ എന്താണ്, ഒരു മോളിക്യൂൾ ആണ്. പക്ഷെ ഇവരിലെല്ലാം എന്താണ്, ഒരാറ്റമല്ലേ ഉള്ളൂ. അതുകൊണ്ട് സോഡിയം പൊട്ടാസ്യം കോപ്പർ സിൽവർ എന്താണ്,
ആറ്റമാണ്. ഹൈഡ്രജൻ എന്താണ്? H2 ഒരു മോളിക്യൂൾ ആണ് നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ ഓപ്ഷന്റെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഇത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമോജീനിയസ് മിക്സ്ചർ? തന്നിരിക്കുന്നതിൽ ആരാണ് ഹോമോജീനിയസ് മിക്സ്ചർ അല്ലാത്തത്? എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ? അവരുടെ കമ്പോസിഷൻ എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം, എല്ലായിടത്തും എന്തായിരിക്കണം? ഒരേപോലെ ആയിരിക്കണം. അങ്ങനെയുള്ളവരാണ് എന്ത്? ഹോമോജീനിയസ് മിക്സ്ചർ. ഇനി തന്നിരിക്കുന്നതിൽ ആരാണ് ഹോമോജീനിയസ് മിക്സ്ചർ അല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, ബ്രാസ്. ഞാൻ പറഞ്ഞ ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെയും സിങ്കിന്റെയും യൂണിഫോം കമ്പോസിഷനുള്ള ഒരു അലോയി ആണ് എന്ത്? ബ്രാസ്. അവർ യൂണിഫോം കമ്പോസിഷൻ ആയതുകൊണ്ട് അവർ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചറിന് ഉദാഹരണമാണ് എന്ത്? ബ്രാസ്. അപ്പൊ ഇതല്ല അതിന് ഉത്തരം. എയർ ഞാൻ പറഞ്ഞു, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ പല രീതിയിലുള്ള എന്താണ് ആ ഒരു ഗ്യാസ് ഒരേ രീതിയിൽ യൂണിഫോം ആയിട്ട് നമ്മുടെ ചുറ്റും ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് എയർ എന്ന് പറയുന്നത്. അവരുടെ കോമ്പോസിഷൻ എന്താണ്? യൂണിഫോം ആണ്. അവരെന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറിന് ഉദാഹരണമാണ് ആര്? എയർ. അവരും എന്തല്ല? ഇതിന് ഉത്തരം അല്ല. ഇനി സ്മോക്ക് നിങ്ങൾ നോക്കി. സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. അല്ല, ചില സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുതലായിരിക്കും അല്ലേ? നമ്മൾ ഈ വെഹിക്കിളൊക്കെ ടെസ്റ്റ് ചെയ്യും അല്ല, അതിൻ്റെ പൊല്യൂഷൻ റേറ്റ് എത്രയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ വെഹിക്കിളൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലേ, പൊല്യൂഷൻ ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട്. അത് അവരുടെ കമ്പോസിഷൻ എന്തല്ല? യൂണിഫോം അല്ല. ചിലപ്പോൾ പല അളവിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്മോക്കിൽ ആ ഒരു ഗ്യാസുകൾ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി. ഞാൻ പറഞ്ഞ ഒരു ബക്കറ്റിൽ നിങ്ങൾ പഞ്ചസാര ലായനി കലക്കി വെച്ചിട്ട് നമ്മുടെ ഒരു ക്ലാസ്സിൽ എവിടെ നിന്ന് എടുത്താലും എന്താണ്? അതിന് ഒരേ മധുരമായിരിക്കും അല്ലേ? അവരെന്താണ്? യൂണിഫോം ആണ്. അപ്പോൾ ഇയാളും എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പോൾ ഇതിൽ ആരാണ് ഹോമോജീനിയസ് മിക്സ്ചർ അല്ലാത്തത്? സ്മോക്ക് ആണ് ഹോമോജീനിയസ് മിക്സ്ചർ അല്ലാത്തത്. അയാൾ എന്താണ്? ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ഒരു ചോദ്യം നോക്കി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ആ ഒരു നീറ്റ് JEE എക്സാംസിനൊക്കെ ചോദിക്കാവുന്ന ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു പാർട്ടിൽ നിന്ന് ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ ടാപ്പ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ, സാൾട്ട് ഇൻ വാട്ടർ, ഓയിൽ ഇൻ വാട്ടർ ആർ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട് അവർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ എബോവ് സെറ്റ്, ഈ തന്നിരിക്കുന്ന ആ ഒരു ലിസ്റ്റിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് നോട്ട് എ മിക്സ്ചർ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്തല്ല? ഒരു മിക്സ്ചർ അല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കണം. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണെന്നും സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണെന്നും പറയുന്നുണ്ട്. നാലാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണെന്നും സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണെന്നും ഉള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ടാപ്പ് വാട്ടർ എന്താണ്? ടാപ്പ് വാട്ടർ ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ ആണോ? ഹോമോജീനിയസ് മിക്സ്ചർ ആണോ? ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു ഹോമോജീനിയസ് ആണോ? സാൾട്ട് ഇൻ വാട്ടർ ഹോമോജീനിയസ് ആണോ? ഓയിൽ ഇൻ വാട്ടർ. നോക്കിയേ, ഈ ഒരു 4 സാധനങ്ങൾ ടാപ്പ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ, സാൾട്ട് ഇൻ വാട്ടർ, ഇവരുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കമ്പോസിഷൻ യൂണിഫോം ആയിട്ട് കാണാൻ പറ്റും. കാരണം അവരെന്താണ്? എല്ലാം സൊല്യൂഷൻ ആണല്ലേ. പക്ഷെ ഇവർ നോക്കി, ഓയിൽ ഇൻ വാട്ടർ. ഓയിൽ ഇൻ വാട്ടർ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണോ? അല്ല. ഞാൻ പറഞ്ഞു ഓയിൽ ഇൻ വാട്ടർ എന്താണ്? ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. ഓയിൽ ഇൻ വാട്ടർ എന്താണ്? ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം വാട്ടറും ഓയിലൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ഓയിൽ മുകളിൽ കിടക്കും. അവരുടെ കമ്പോസിഷൻ എന്തല്ല? യൂണിഫോം അല്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി ഇൻ ദ എബോവ് സെറ്റ്, ഈ തന്നിരിക്കുന്ന മേളത്തെ സെറ്റിൽ അപ്പോൾ ടാപ്പ് വാട്ടർ ഉണ്ട്, സാൾട്ട് ഇൻ വാട്ടർ ഉണ്ട്, ഓയിൽ ഇൻ വാട്ടർ ഉണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്. അതിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു മിക്സ്ചർ അല്ല എന്ന് പറയുന്നുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു മിക്സ്ചർ ആണോ? ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് H2O ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ H2 ആണ്. അത് പ്യുവർ ഫോം ഓഫ് വാട്ടർ ആണ്. അവരെന്തല്ല? അവരൊരു മിക്സ്ചർ അല്ല. അവർ ജസ്റ്റ് H2 ആണ്. അവരിൽ ഹൈഡ്രജൻ, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും മാത്രമേ ഉള്ളൂ. അവരെന്താണ്? H2O ആണ്. അവരൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ എന്തല്ല? ഒരു മിക്സ്ചർ അല്ല. പക്ഷെ നമ്മൾ മഡി വാട്ടർ ഒക്കെ എടുക്കുന്ന അവരെന്താണ്? അവരൊരു മിക്സ്ചർ ആണ്. കാരണം അവരുടെ വേറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണ്? പക്ക പ്യുവർ വാട്ടർ ആണ്. അവരെന്തല്ല? അവരൊരു മിക്സ്ചർ അല്ല. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് ആണോ? അല്ല, രണ്ടും കറക്റ്റ് അല്ല. പി ഓപ്ഷൻ തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് ആണോ? അല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അല്ല. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് അല്ലേ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ? അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഡി ആണ് ഓപ്ഷൻ.
അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി ഇട്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്ന് ഏത് പ്രോബ്ലം വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും കേട്ടോ.